എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രിനി സുഷ്മ, എങ്ങനെ താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ല, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തിലുള്ള ദുഃഖം തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാരം അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമല വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാൻ വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷന്മാരും ടീച്ചർമാരൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ഈ മൂവിയിൽ നമ്മുടെ മാമുക്കോയ അല്ലെങ്കിൽ ഉർവശി എന്ത് രസമായിട്ടില്ല അഭിനയിച്ച്. വേറെ കാര്യമുണ്ട് കേട്ടോ, ഈ മൂവിയിൽ മാമുക്കോയ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ ഒരു 90% മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലോട്ടൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ നാട്ടിൽ ഈ പറഞ്ഞ അസ്സലാമലൈക്കും അതിൽ നിസ്കരിക്കാൻ അറിയാം, ഖുർആൻ വായിക്കാൻ അറിയാം. ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇസ്ലാമിൽ ഫോളോ ചെയ്യേണ്ട കുറേ നല്ല കാര്യങ്ങൾ ഇത്രേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതാണ് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏത് മദ്രസ ചെന്ന് കഴിഞ്ഞാലും ഒരു സാധാരണ മുസ്ലിം, ഞാനടക്കം ഒരു സാധാരണ മുസ്ലിമായുള്ള ആൾക്കാർക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു കൊടുത്തു, സകാത്ത് കൊടുക്കാൻ, അതായത് പാവപ്പെട്ടവരെ സഹായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ബാക്കി എന്താ പറയുക, ബാക്കി കുറച്ച് കാര്യങ്ങൾ, നല്ലതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, ഖുർആൻ ഓതണം, നിസ്കരിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അതല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടല്ലോ എക്സ് മുസ്ലിം, മുസ്ലിം ആയിട്ടുള്ള ആരിഫും, അതുപോലെ തന്നെ ജാമിദയും ജബ്ബാറും ഈ ഫസലും, ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ നമ്മുടെ മതത്തിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറ്റം പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ പേര് പറയും, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പണ്ഡിതൻ എഴുതിയ ചില പുസ്തകങ്ങളെ എടുത്തു വെച്ചിട്ട് പറയും മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഹിന്ദുക്കളെ അല്ലെങ്കിൽ അന്യമതസ്ഥരെ കൊന്നുകളയണം, അവരെ കാഫിറെന്ന് വിളിക്കണം, അവരെ അകറ്റി നിർത്തണം, പെണ്ണ് 4 കെട്ടണം, പ്രായപൂർത്തി ആവാത്ത ആൾക്കാർ നിങ്ങൾക്ക് കെട്ടാം. ഇങ്ങനത്തെ 100 കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെയ്യണം, ഇത് ചെയ്യണം, അടിമത്തുണ്ട്, ഇസ്ലാമിൽ അടിമത്തുണ്ട്, ഇസ്ലാമിലെ അടിമകളെ കല്യാണം കഴിക്കാം, സ്വന്തം മാതാവിനെ, ആരിഫ് പറഞ്ഞ പോലെ സ്വന്തം മാതാവിനോട് ഭോഗിക്കാം, സെക്സ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ആരിഫും ജാമിദിയും ഒക്കെ കുത്തിയിരുന്ന് പറയുന്ന കാര്യങ്ങൾ. അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വീട്ടിൽ പ്രസവം നടത്താം, ഇസ്ലാമിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സത്യത്തിൽ ഈ നാട്ടിലെ ഒരു മുസ്ലിമിനും അറിയില്ല. ഞാൻ പറഞ്ഞ 99% മുസ്ലിമിനെയും ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുറച്ച് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, കുറച്ച് നമ്മുടെ ഖുർആൻ പഠിപ്പിക്കും, നിസ്കരിക്കാൻ പഠിപ്പിക്കും, നല്ലത് ചെയ്യണമെന്നേ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ ആരിഫും ജാമിദിയും ഒക്കെ ഏതെങ്കിലുമൊക്കെ ബുക്ക് എടുത്ത് വെച്ചിട്ട്, ഇപ്പം നമ്മളൊരു ഹിന്ദുത്വ ബുക്കുകൾ പലതും എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ മഹാഭാരതത്തിലെ കുന്തി ഒരു സ്വന്തം മക്കളുകൊണ്ട്, അതായത് പാഞ്ചാലിന് 5 പേരും കൂടെ എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഹിന്ദുക്കൾ അങ്ങനെയാണെന്ന്. അതായത് ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാലും അറിയാണ്ടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിൻ്റെ കൂടെ 5 മക്കളും ദിവസം ആ മക്കളും കിടക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും കൃഷ്ണന് 16,000-ഓളം കാമുകിമാരുണ്ട്, അതൊക്കെ നടന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ചില കഥകൾ, ചില ഇതിഹാസം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അത് വിചാരിച്ച് ഹിന്ദുക്കളോട് ഇത് ചെയ്യാൻ നിങ്ങളാരും പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കളെ നിങ്ങൾ അങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പനില്ലാത്ത പിറന്ന കൊച്ചാണ് യേശു എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പനില്ലാത്ത കുഞ്ഞിനെ പിറക്കാം എന്നെവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ യുക്തിയിൽ അത് എടുക്കണം. അതറിയാണ്ട് ഒരു ഇസ്ലാം മതത്തിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം എന്നുള്ള പേരുവിട്ട് ആരിഫും ജാമിദിയും ഒക്കെ ഈ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞ മുസ്ലിങ്ങൾ പോലും കണ്ണു തള്ളും ചില സമയത്ത് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. സ്വന്തം ഉമ്മനെ, സ്വന്തം മാതാവിനെ ഭോഗിച്ചോ, സെക്സ് ചെയ്തോ മാതാവിനോട്. ആരിഫൊക്കെ അങ്ങനെയാണോ പഠിച്ചത്, ആരിഫൊക്കെ അങ്ങനെയാണോ ചെയ്തതെന്ന് അറിയില്ല. ഒരു പാവ അമ്മയാണെന്നാണ് ഇന്നലെ ഷെഫീന ബീവിയുടെ വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ജാമിദ 2 കെട്ടി, 3 കെട്ടി, 4 കെട്ടി, 5 കെട്ടി എന്നൊക്കെ നമ്മളറിയുന്നത്. ഇപ്പുറത്ത് വന്നിട്ട് അതായത് മുഹമ്മദ് നബി 2 കെട്ടീന്, 3 കെട്ടീന്, 4 കെട്ടീനെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കുറ്റം പറച്ചില്ല. ഈ ബുക്കുണ്ട്, ആ ബുക്കുണ്ട്. ഈ ബുക്കൊന്നും സത്യത്തിൽ ഈ മുസ്ലിങ്ങൾ പോലും കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം.
ഞാൻ ഈ പടത്തിൻ്റെ ഇതെടുത്ത് വെക്കാൻ തന്നെ കാരണം അതാണ്. ഈ പടത്തിൽ പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾക്ക് സലാം പറയണം, കുറച്ച് മുസായിഫ് വായിക്കണം, അതായത് ഖുർആൻ വായിക്കണം, കുറച്ച് നിസ്കരിക്കണം, കുറച്ച് ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത്രേ നമുക്ക് അറിയത്തുള്ളൂ. അത്രയൊക്കെ ഈ പറഞ്ഞ ഖുർആനിലും ഇവിടെയൊക്കെ ഉള്ളൂ. പിന്നെ ഇവർ കൊണ്ടുവരുന്ന ഹദീസുകളും ഈ പറഞ്ഞ പല സാധനങ്ങളും നബി ജനിച്ച് അല്ലെങ്കിൽ നബി മരിച്ചതിന് ശേഷം 200, 300, 400, 500 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടവന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സംഖ്യകൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു കൃസംഗി മുസംഗി സംഖ്യകൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതെടുത്ത് സംഖ്യകളുടെ കാശ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പൈസ വെച്ചിട്ട് ഈ ഒരു മതത്തിനെ തകർത്ത് ഒരു ഇസ്ലാം വിരുദ്ധത പരത്താനാണ് നമ്മുടെ സകല എച്ചിത്തരങ്ങളും കാണിക്കുന്ന എച്ചിലുകൾ നമ്മുടെ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിഫ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചോദിച്ചിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നത്, അതായത് ഈ കാലത്ത് ഖുർആൻ ആരെങ്കിലും കത്തിക്കുമോ എന്നുള്ളത്. വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ അവിടെ വെക്കുന്നുണ്ട്, ജസ്റ്റ് ഷോർട്ട്. നിങ്ങൾക്ക് ഖുർആൻ കത്തിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ തരാം, ഖുർആൻ തരാം. കത്തിക്കാൻ പറ്റുമോ? ഞാൻ മനുസ്മൃതി തരട്ടെ, നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യമുണ്ടോ? പറ്റുമോ? മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരിവിടെ ഉണ്ട്? നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ. എൻ്റെ ആ ഒരു വീഡിയോക്ക് ഒരു 11 ലക്ഷം ആൾക്കാരെ വീഡിയോ കണ്ടിട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിൽ. എനിക്ക് ആരിഫിനോട് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞത്, ആരിഫേ, നിൻ്റെ ഉദ്ദേശം ഈ നാട്ടിലെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏതെങ്കിലും വിവരമില്ലാത്ത സംഖ്യകൾ ചെയ്ത് മുസ്ലിം ഹിന്ദു ആൾക്കാരെ തമ്മിലടുപ്പിക്കാനെങ്കിൽ നീ ഉഷാറാണ്, നീ ഭയങ്കര, നീ അത് ചെയ്യിപ്പിക്കും. കാരണം ഈ ആരിഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എത്തിസ്റ്റ് സംഘടന ഉണ്ട്. അതിൻ്റെ ഏഷ്യ ഡയറക്ടറോ ഇന്ത്യ ഡയറക്ടറോ എന്തൊക്കെയാണ്, പ്രസിഡന്റ് എന്തൊക്കെയാണ് ഇവൻ. ഫണ്ട് പല സ്ഥലത്തുനിന്നാണ് വരുന്നത്, കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ നാട്ടിൽ വല്ല കലാപോ കാര്യങ്ങളുണ്ടായാൽ ഇവനെ പോലത്തെ മൈക്കുണാപ്പന്മാർ തിരിച്ച് വല്ല യൂറോപ്യൻ കൺട്രീസിൽ പോയി സേഫായി നിൽക്കും. ഇതൊന്നും അറിയാത്ത പാവം സംഘികളും അതല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇവർക്കെതിരെ സംസാരിച്ച് അല്ലെങ്കിൽ സംഘികൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇവരെ ഒപ്പോസ് ചെയ്ത് ഇവർ തമ്മിൽ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ പിന്നിൽ നിന്ന് അടിക്കുന്നത് അവൻ്റെ അണ്ണാക്കിലിട്ട് പൈസ കുത്തി കയറുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ലെവൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവിയുടെ ഈ ഒരു പോർഷൻ സ്റ്റാർട്ടിങ്ങിലിട്ട് ചെയ്തത്. ആരിഫ് അടക്കം പല ആൾക്കാരും ചോദിക്കേണ്ടായി, നിർമ്മാല്യം പോലത്തെ ഒരു മൂവി ഇപ്പം ഇറക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റില്ല. അതുപോലെ തന്നെ നാരായം, ഞാൻ തുടക്കത്തിലിട്ട് നാരായം പോലത്തെ മൂവി ഇന്ന് ഇറക്കി കഴിഞ്ഞാൽ തീരും, പണി തീരും. സംഘികളെ മൂട്ടിലിട്ട് പടക്കം പൊട്ടിക്കും. ഇസ്ലാമിയരല്ല പൊട്ടിക്കാൻ പോകുന്നത്. കാരണം എന്താ അറിയോ, അതിൽ മറ്റൊരു ഡയലോഗ് ഉണ്ട്, മുരളി ചോദിക്കുന്നത്. ഇതാണ് ആ ഡയലോഗ്. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും പട്ടരെയും കണ്ടുകൊണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ പറഞ്ഞ പോലത്തെ ഹിന്ദു എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എങ്ങനെയുണ്ടായെന്ന് മുരളി ഇതിൽ പറയുന്നുണ്ട്. ഇന്നെങ്ങാനാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ മൂവിക്ക് സെൻസർ ബോർഡായിട്ടും RSSൻ്റെ മുഖമന്ത്രമായിട്ടുള്ള ഓർഗനൈസറായിട്ടും നമ്മുടെ നാട്ടിലെ സുരേഷ് ഗോപിനെ പോലത്തെ പലതരം വാണങ്ങളായിട്ടും സുരേഷ് ഗോപി മാത്രമല്ല മേജർ രവിനെ പോലത്തെ അല്ലെങ്കിൽ വിജി തമ്പിനെ പോലത്തെ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലത്തെ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ പല വാണങ്ങളായിട്ട് ഇതിനെതിരെ സംസാരിച്ച് ഈ മൂവി ഇല്ലാണ്ടാക്കിയത്. അന്ന് ഇറങ്ങിയോണ്ട് ഈ ഒരു മൂവി വന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വന്നുപോയി. എമ്പുരാൻ്റെ അവസ്ഥ നമുക്കറിയാം. എമ്പുരാനിൽ യഥാർത്ഥത്തിൽ നടന്നൊരു കഥ അതുപോലെ കാണിച്ചതുകൊണ്ട് അതവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് നടന്നിട്ടുണ്ട്. പക്ഷേ മുമ്പ് വേറെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എന്താ തെളിവ് പോലില്ലാത്ത ചില കാര്യങ്ങൾ. അതുകൂടെ കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ച കുഴപ്പമില്ല, അത് സമ്മതിക്കുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മുമ്പ് അങ്ങ് ചെയ്യാനുള്ള കാരണം എന്നും പറഞ്ഞ് ഞങ്ങളായിട്ടുണ്ടാക്കിയ ചില കാരണങ്ങളുണ്ടല്ലോ, അതുകൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കാണിക്കണം. ഇതാ പറഞ്ഞത്. നമ്മുടെ ശ്രീലേഖ IPS വരെ പറഞ്ഞു. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ എംബോക്കി മൂവി എന്നാണ് പറഞ്ഞത്. ഈ ശ്രീലേഖ IPS എന്നുള്ളത് ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് മാറ്റി ഇന്ത്യൻ
പരനാരത്തരം സർവീസിന് ആക്കേണ്ടി വരും ഇവളുടെയൊക്കെ ബ്രാക്കറ്റിൽ IPS അല്ലെങ്കിൽ ഇന്ത്യൻ പുച്ഛം സർവീസ്. ശ്രീലേഖനോടൊക്കെ പറയാനുള്ളതാ, ഇന്ത്യൻ പുച്ഛൻ സർവീസ് IPS ഇതാണ് നിനക്കൊക്കെ ചേരുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഇതുപോലത്തെ മൂവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പക്ഷേ പല പ്രൊപ്പഗണ്ട മൂവീസ് നമ്മൾ ഇറക്കും, കേരള സ്റ്റോറി ആയിട്ടും അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റിൻ്റെ നമുക്കറിയാം മൂവീസ് ആയിട്ടും അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അങ്ങനെ ഒരുപാട് മൂവീസ് അവന്മാരിറക്കും. മോദിജി വരെ പാർലമെൻറ്റിൻ്റെ സ്ക്രീനിൽ അത് ഇട്ട് മറ്റേ എന്താ പറയുക ഗോദ്രയുടെ ഒരു ഇതുണ്ട്, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്ത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഒരു ഗോദ്ര മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമിത്ഷാജി നമ്മുടെ മോദിജി ഒക്കെ നമ്മുടെ ഈ പാർലമെൻറ്റിൻ്റെ അകത്തിരുന്ന് സ്ക്രീനിലിട്ട് കണ്ട് കൈയടിച്ച മൂവീസാണ്. എന്നിട്ടാണ് എമ്പുരാൻ ഇവിടെ കൊണ്ട് പണി കൊടുത്ത് ഈ പറഞ്ഞ ഗോകുലം ഗോപാലനും നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും ഒക്കെ ED നോട്ടീസും മറ്റേ നോട്ടീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ബേസിക് അവസ്ഥ. ഇങ്ങനെയുണ്ട് നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ഇത്തരം ചെറ്റ വർത്താനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന എച്ചിലുകളും സംഘികളും കൃസംഘികളും മുസംഘികളും അറിയാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ മുസ്ലിം എന്താണെന്ന് അറിയണമെങ്കിൽ ഡാഷുകളെ നിങ്ങൾ ആദ്യം എന്താണെന്ന് പഠിക്കണം. അല്ലാണ്ട് കണ്ട ബുക്കും അതും ഇതും എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ബുക്കുകൾ പല ഓതേഴ്സ് നമ്മുടെ നാട്ടിൽ എഴുതിയിട്ടുണ്ട്. ഹിന്ദുവിന് അഗെയിൻസ്റ്റും ക്രിസ്ത്യാനികൾക്ക് അഗെയിൻസ്റ്റും ബുദ്ധനും പാൽസനും എല്ലാവർക്കും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ട്. അതൊക്കെ സംസാരിക്കണം. അതല്ലാണ്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തീവ്ര ഹിന്ദു ശക്തികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തിന്ന് തൂറാൻ നിൽക്കരുത് ബാക്കിയുള്ള ആൾക്കാരെ മേലോട്ട്. ചെറ്റകളുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്.